ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി കത്തി റോൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. പൊറാട്ടയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അത് തന്നെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേഷൻ ചെയ്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പാണ് കേട്ടോ തൈര് വേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ. അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ പോലെ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറച്ച് ടൈമൊന്ന് മുളകൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് കത്തി റോളിന് ആവശ്യമായിട്ടുള്ള കത്തി ബ്രെഡ് തയ്യാറാക്കി എടുക്കണം. അതിന് മാവ് തയ്യാറാക്കി എടുക്കാം. ഇത് ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഗീ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ 3 ടീസ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് 3ഉം ആദ്യം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ഉപ്പും ഗീയും മൈദയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കണം. അതിൻ്റെ മേലെ കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കുക. അല്ലെങ്കിൽ ഓയിൽ തടവിയാലും മതി. ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ ഫ്രൈ ആണ് കേട്ടോ. എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 മീഡിയം സൈസ് ഉള്ളിയും 1 മീഡിയം സൈസ് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരുപാടങ്ങ് കുക്കാവൊന്നും വേണ്ട കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. സവാളയും വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ക്യാപ്സിക്കും ഉള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതിന് ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കണം. ഞാനിവിടെ പൊറാട്ടയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഓയിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ടയുടെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അതേ ടെക്സ്ചറും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട് ഓരോന്നും. ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഈ മസാലയുടെ കണക്കനുസരിച്ചിട്ട് ഒരു 2 കപ്പ് മൈദയുടെ അളവിന് എടുത്താൽ മതി കേട്ടോ. അതാണ് കേട്ടോ കറക്റ്റ് അളവ്. ഞാനിവിടെ 3 കപ്പ് എടുത്തതേ ഉള്ളൂ. കുറച്ചധികം എടുത്തതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മസാലയുടെ അളവിന് കറക്റ്റായിട്ട് 2 കപ്പ് മൈദ എടുത്താൽ മതി കേട്ടോ. 2 കപ്പ് 2.5 കപ്പ് ആയിട്ട് എടുത്താൽ മതി. ഇനി ഇത് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇനി ഇത് ഓയിലിൽ ചേർത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊറാട്ടയുടെ അതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കി എടുക്കുക. നമ്മുടെ പൊറാട്ടയുടെ അതേ ഷേപ്പിലും ടെക്സ്ചറിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പരത്തിയിട്ട് അതിൻ്റെ മേലെ ഓയിലൊന്ന് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതൊന്ന് കുറച്ചൊന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് പൊറോട്ടയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും കൂടി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മൈദയിലും വേണമെങ്കിലും ഓയിലിൽ എന്തിലും വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഓയിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പരത്തിയെടുക്കാൻ. മൈദയിൽ തന്നെ പരത്തിയെടുത്താൽ മതി. ഇത് രണ്ടാമത്തതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിതാ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ കൂടുതൽ നല്ലപോലെ ബ്രഷ് ചെയ്താലേ പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. റോൾ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിവിടെ വളരെ തിന്നായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, പൊറോട്ടയുടെ പോലെ അതേ ലെയേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേ ടേസ്റ്റും തന്നെയാണ് കേട്ടോ പൊറോട്ടയുടെ. നിങ്ങൾ ഓയിൽ നല്ല പോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ആ ടേസ്റ്റിൽ തന്നെ കിട്ടും. കാണാനും അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നല്ല പോലെ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓംലേറ്റ് തയ്യാറാക്കി എടുക്കണം. അത് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് പരത്തി വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം ഒന്ന് ജസ്റ്റ് കുക്കാകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കാകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടിഭാഗം നല്ലപോലെ കുക്കായതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ കുക്കാവട്ടെ, അതുവരെ വെക്കാം. ഇപ്പോൾ കണ്ടോ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഇപ്പോൾ ഓടിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ കുക്കാവാത്ത ഭാഗം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ മുട്ട ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പോലെ മുട്ട, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും ഉപ്പും ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം കരിഞ്ഞു പോകരുത്, കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ടയുടെ അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അടിഭാഗം മുട്ട പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും ക്യാബേജും കട്ട് ചെയ്തെടുക്കുക. ഒരു മീഡിയം സൈസ് ഉള്ളിയും ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പുളി അധികം ആവരുത് കേട്ടോ, കണക്കായിട്ട് ചേർത്ത് കൊടുക്കാം. പുളി അധികം കുറഞ്ഞു പോകാനും പാടില്ല. പുളി ചെറിയൊരു പുളി ഉണ്ടാവണം, എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കത്തി ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്മേലെ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസും ചില്ലി സോസും രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നടുവിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ഈ റെസിപ്പിക്ക് ഒരുപാട് ചിക്കൻ വേണം കേട്ടോ, എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സവാളയും ക്യാബേജും ഉണ്ടല്ലോ അതും കൂടി കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്മേലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചാറ്റ് മസാല ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തിട്ട് തന്നെ കഴിക്കാം. ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിലൊക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു കത്തി റോള് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്തി റോളാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കണേ. അപ്പോൾ ഇത് ഞാനിവിടെ രണ്ടാമത്തതും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുക്കാം. ഇതിൽ പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ ഇതാ ഇവിടെ കത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പൊറാട്ടയുടെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. കത്തി ബ്രെഡ്
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ റെസിപ്പിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.